7 ജില്ലകളിൽ ഇപ്പോൾ കലാശക്കൊട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ആവേശം എല്ലാ സ്ഥലങ്ങളിലും പ്രകടമാണ്. അല്പസമയത്തിനകം ഈ ആവേശം കുറച്ചുകൂടി ഉച്ചസ്ഥായിലേക്ക് വരും. ഉച്ചസ്ഥായിലേക്ക് ഉയർന്ന് കുട്ടി കയറി അതങ്ങനെ ആവേശത്തിൽ കലാശിച്ച ആവേശത്തിന്റെ പരകോടിയിലേക്ക് എത്തി 6 മണിയാകുമ്പോഴേക്കും പിന്നൊരു നിശബ്ദതയാണ്. ബാക്കി നാളെ ഒരു ദിവസം നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം പരമാവധി വോട്ടുകൾ പോളിംഗ് ബൂത്തിലേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ പട്ടികയിലേക്ക് വീഴ്ത്താൻ ഉള്ള ശ്രമങ്ങളാണ് മുന്നണികൾ സ്ഥാനത്തിൽ. അവിടെ കമ്പിപ്പൂത്തിരിയൊക്കെ ആഞ്ഞു കത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ പുത്തിരി പോലെ കത്തുന്നത് ആരാണ്, മാലപ്പടക്കം പോലെ പൊട്ടുന്നത് ആരാണ് എന്നൊക്കെയുള്ളത് 13-ാം തീയതിയിലത്തെ കാഴ്ചയാണ്. എന്തായാലും ഈ കഴിഞ്ഞ 3 ആഴ്ചക്കാലം കഠിനാധ്വാനത്തിലായിരുന്നു താഴെത്തട്ടിലെ പ്രവർത്തകർ, നേതാക്കളൊക്കെ. ആ കഠിനാധ്വാനത്തിന്റെ ഒരു അവസാന മിനിറ്റുകൾ ഇപ്പോൾ വടക്കൻ കേരളത്തിലെമ്പാടും കാണുകയാണ്. പാലക്കാട് നിന്നും ഗോകുൽ കെ വേണുഗോപാൽ കുറിച്ചിരുന്നു. ഗോകുൽ, പാലക്കാടും പല സ്ഥലങ്ങളിലും നടന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടം, BJP-യുടെ പോരാട്ടം, കോൺഗ്രസിന്റെ പോരാട്ടം, CPM-ന്റെ പോരാട്ടം. അങ്ങനെ അവിടെയും ആവേശത്തിന് ഈ കഴിഞ്ഞ പ്രചരണ നാളുകളിൽ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അവസാന മണിക്കൂറുകളിലും ആവേശത്തിന് എന്തെങ്കിലും കുറവുണ്ടോ ഗോകുൽ? സുൽത്താൻപേട്ടയിലാണ് 3 മുന്നണികൾക്കും ഇത്തരത്തിലുള്ള കലാശക്കൊട്ടുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ CPM-ന്റെ ക്യാമ്പിലാണുള്ളത്. അവരെല്ലാവരും ഈ അവസാന നിമിഷം ആഘോഷമാക്കാനുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾ നടത്തിയിട്ടുള്ള തങ്ങളുടെ തീവ്ര ശ്രമങ്ങൾ അത് ആഘോഷമാക്കിക്കൊണ്ട് തന്നെ പര്യവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അത്യധികം ആവേശത്തിലാണ് CPM പ്രവർത്തകരുള്ളത്. കൊടികളുണ്ട്, ബാൻഡ് മേളമുണ്ട്, ചെണ്ടമേളമുണ്ട്, അതോടൊപ്പം തന്നെ DJ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പറഞ്ഞതുപോലെ തന്നെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി. ഒരുപക്ഷെ ഇത്തരത്തിലൊരു ത്രികോണ മത്സരം തിരുവനന്തപുരം നഗരസഭയൊക്കെ പറയുന്നത് പോലെ ഇത്തരത്തിലൊരു ശക്തമായ ഒരു ക്ലാസിക് പോരാട്ടം നടക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി കേരളത്തിൽ ഒരുപക്ഷെ ഉണ്ടാവില്ല. കാരണം കഴിഞ്ഞ 2 തവണയായി ഇവിടെ BJP അധികാരത്തിലിരിക്കുന്നു. അത് തിരിച്ചുപിടിക്കാനുള്ള ശ്രമം UDF നടത്തുന്നു. ഇവിടെ തിരിച്ചു വരാനുള്ള ശ്രമം LDF-ന്റെ ഭാഗത്ത് നടക്കുന്നു. മണ്ണാർക്കാടും ഷൊർണൂരും ഒക്കെ ശക്തമായ ത്രികോണ മത്സരങ്ങളാണ് നടക്കുന്നത്. അത്തരത്തിൽ കനത്ത പോരാട്ടങ്ങളാണ് പാലക്കാട് ജില്ലയിലെ വിവിധ മേഖലകളിൽ നടക്കുന്നത്. CPM-ന് ശക്തമായ സ്വാധീനം ജില്ലയിലുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. അതിലേക്ക് കടന്നു ചേരാനുള്ള ശ്രമമാണ് UDF-ഉം BJP ക്യാമ്പുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിലും CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ വ്യക്തമായ ഭൂരിപക്ഷം, ബ്ലോക്ക് പഞ്ചായത്തിൽ LDF-ന്റെ ശക്തമായ മേൽക്കൈ. ആ സ്ഥലങ്ങളിലേക്കൊക്കെ എങ്ങനെ ഇറങ്ങിച്ചെല്ലാം എന്ന തരത്തിലുള്ള പ്രചാരണ തന്ത്രങ്ങളായിരുന്നു കഴിഞ്ഞ നാളുകളിലൊക്കെ എല്ലാ ആളുകളും ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിട്ടുണ്ടായിരുന്നത്. അതിനുള്ള ഒരു പര്യവസാനം എന്നുള്ള രീതിയിൽ ആഘോഷമാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പലതരത്തിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറഞ്ഞു വന്നിട്ടുള്ള ഒരു ജില്ലയാണ് പാലക്കാട് എന്ന് പറയുന്നത്. V4 പട്ടാമ്പി എന്ന് പറയുന്ന പ്രാദേശിക സമവാക്യം ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ. അത് വീണ്ടും UDF-ലേക്ക് തവണ എത്തിയിരിക്കുന്നു. സേവ് CPI എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെയുണ്ട്. CPI വിമതർ ഒക്കെ CPI-ക്കെതിരെ CPM-നെതിരെ മത്സരരംഗത്തുണ്ട്. ഈ മണ്ണാർക്കാട് മേഖലയിലൊക്കെ PKSS വിഭാഗം മത്സരരംഗത്തുണ്ട്. BJP-യിലാണെങ്കിൽ വിമത വിഭാഗം ശക്തമായി തന്നെ നിലകൊള്ളുന്നു. അത്തരത്തിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ ഭിന്നതകൾ എല്ലാമിലും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പരീക്ഷണങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ടായിരുന്നു ഇവിടെ എല്ലാ മുന്നണിയിൽപ്പെട്ട ആളുകളും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിരുന്നത്. ഇപ്പോൾ എന്തായാലും കുറച്ച് യുവാക്കൾ നമ്മോടൊപ്പം ചേർന്നു. ഏത് രീതിയിലായിരുന്നു നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് തോന്നുന്നു? ഇവരാരും പക്ഷേ സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. പാർട്ടിക്ക് വേണ്ടി അവർ എന്ത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തയ്യാറാവും. പക്ഷേ അവർ ആവേശത്തിനൊക്കെ ഉണ്ട്. പക്ഷേ 2 വാക്ക് സംസാരിക്കാനില്ല എന്നാണ് കുട്ടികൾ പറയുന്നത്. ശരി, ആരെങ്കിലും എന്തായാലും പറഞ്ഞുകൂടെ, അങ്ങോട്ട് വിട്ടുകളാം. അപ്പോൾ വലിയ ആവേശമാണ് ഗ്രൗണ്ടിൽ പ്രകടമാണ്. അവിടെ വർണ്ണാഭമാണ്, സ്ക്രീനാകെ വർണ്ണാഭമാണ്, ഗ്രൗണ്ടുകൾ വർണ്ണാഭമാണ്. ചെങ്കൊടി, മൂവർണ്ണക്കൊടി, BJP-യുടെ ഈ കാവിക്കൊടി, അങ്ങനെ അതല്ലാതെയുള്ള പലവിധ നിറങ്ങളാൽ പലവിധ വർണ്ണ ബലൂണുകളാലൊക്കെ ഒരു കുഞ്ഞ് ബലൂണൊക്കെ പിടിച്ച് നൃത്തം കളിക്കുന്നുണ്ട്. അവിടെ കുഞ്ഞുങ്ങളും പ്രായമായവരും എല്ലാവരും ഇറങ്ങുന്ന ആവേശത്തിൻ്റെ കാഴ്ച അവിടെ കാണുകയാണ്. നമ്മൾ ആദ്യഘട്ട കുട്ടിക്കലാശത്തല്ല, ഈ തെരഞ്ഞെടുപ്പുകളുടെ കുട്ടിക്കലാശത്തിൽ കാണുന്ന ഒരു പ്രത്യേക ഇനം കലാരൂപമുണ്ട്. അത് ഡാൻസ് എന്ന് വിളിക്കാൻ കഴിയുമോ എന്നറിയില്ല. അതൊരു കലാശക്കൊട്ടിൻ്റെ തുള്ളലാണ്. ആ തുള്ളൽ അത് ഗ്രൗണ്ടിൽ പ്രകടമാണ്. പാലക്കാട് നേരത്തെ പറയുന്നത് പോലെ സേവ് CPI മണ്ണാർക്കാട് മേഖലയിലെ PKSS അനുകൂലികളുടെ മത്സരം, V4 പട്ടാമ്പി, ഈ പറഞ്ഞ 2020 കൊച്ചിക്ക് പുറത്ത് സ്ഥാനാർത്ഥികൾ അവിടെ നിൽക്കുന്നു. എലപ്പുള്ളി ബ്രൂവറി വിഷയമടക്കം അവിടെ പാലക്കാട് ചർച്ചയായതാണ്. അവിടെ സുൽത്താൻപേട്ടയിൽ 3 പേരും സംഗമിച്ചുകൊണ്ട് വലിയ കുട്ടിക്കലാശ കോലാഹലത്തിലേക്ക് അവിടെ പോകുന്നുണ്ട്. കാര്യമായ സംഘർഷം ഇടയ്ക്ക് അവിടെ ഇവിടെ ചെറിയ ഉന്തുന്നള്ളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അങ്ങനെ കാര്യമായ സംഘർഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി ആശ്വാസകരമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇവിടെ 7 ജില്ലകൾ ഇപ്പോൾ പോളിംഗ് ബൂത്തിൽ അവസാന മണിക്കൂറാണ്. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് 62.52%, കൊല്ലത്ത് 66%, പത്തനംതിട്ടയിൽ അത് 63.22%, ആലപ്പുഴയിൽ 69.35%, കോട്ടയത്ത് 66.58%, ഇടുക്കിയിൽ 66.22%, എറണാകുളത്ത് 70.14%. എറണാകുളത്ത് 70.14%. അത് ഇതൊരു എന്താണ് ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പുള്ള ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് ശതമാനമാണ്.
അപ്പോൾ ഇത് ഏറ്റവും ഒടുവിലത്തെ റിസൾട്ട് കൂടി കോർപ്പറേഷൻ നോക്കിയാൽ തിരുവനന്തപുരം 54.93, കൊല്ലം 59.75, കൊച്ചി അത് 60%, ടോട്ടൽ ടേൺ ഔട്ട് 58.22% കോർപ്പറേഷനിൽ മാത്രം നോക്കിയാൽ. അങ്ങനെ 2020 മുകളിലേക്ക് പോളിംഗ് ശതമാനം പോകും എന്ന് ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയുന്ന പോളിംഗ് ശതമാനം എന്തായാലും അവിടെ വോട്ടെടുപ്പ് തീരാൻ ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അത് പ്രകടവുമാണ്. ബാക്കി 7 ജില്ലകളിലെ കുട്ടിക്കലാശം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.